ഹായ്. മനുഷ്യരെ കണ്ടാൽ ഓടിപ്പോകുന്ന ചിത്രശലഭങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ എന്താണാവോ ഇത്ര പ്രത്യേകത? ഒരു പേടിയുമില്ലാതെ വന്ന് ഇരിക്കുന്നുണ്ട്. ആടിയും പാടിയും ദാ എൻ്റെ കൈകളിൽ ഇരിപ്പുണ്ട്. അവരെ നോക്കുമ്പോൾ, അവരുടെ ശരീരത്ത് ഇങ്ങനെ നോക്കുമ്പോൾ, വർണ്ണാഭമായ ഈ ചിത്രകലകൾ ഇവരുടെ ശരീരത്തിൽ ഇത്ര കൃത്യമായി വരച്ചു വച്ചത് ആരാണ്? കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ആ കണ്ണുകൾ എന്നെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്. ഞാൻ അവളോട് ചോദിച്ചു, എന്താണ് നീ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് എന്ന്. എന്നിട്ടും ഒരു പേടിയുമില്ല. കുറച്ചു നേരം കഥകൾ പറഞ്ഞ് ഞാൻ ദാ എൻ്റെ സമയം ഇങ്ങനെ നീട്ടി കൊണ്ടുപോവുകയാണ്. സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ ഏതു മൃഗങ്ങളും അടുത്ത് കൂടും എന്ന് എനിക്ക് നല്ലതുപോലെ വ്യക്തമായി. ശരിക്കും സ്നേഹത്തിൻ്റെ ഭാഷ മലയാളം ആണോ എന്ന് പലതവണ ഞാൻ സ്വയം ചോദിച്ചു. കാരണം ഞാൻ സംസാരിക്കുന്നത് അവയ്ക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് എന്ന് നിരീക്ഷണത്തിലൂടെ എനിക്ക് തോന്നി. കണ്ടില്ലേ, വെള്ളയും കറുപ്പും മിക്സഡായ ഇമോഷൻസ്. തൊട്ടാലും ഓടിച്ചാലും പറന്നു പോവില്ല എന്ന് അള്ളിപ്പിടിച്ച് ഗ്ലാസ്സിലിരിക്കുകയാണ്. എങ്കിലും ഇവ പ്രകൃതിയുടെ ശേഖരങ്ങളാണ്. അവർക്ക് നല്ലത് മനുഷ്യരല്ല, പ്രകൃതി തന്നെയാണ്. പൂന്തോപ്പിലും മാന്തോപ്പിലും പുൽപ്പടർപ്പുകളിലും പറന്നു നടന്ന ആകാശത്തിലെ വെൺമേഘങ്ങളെയും കണ്ട് ഇവ സന്തോഷിച്ച് നടക്കട്ടെ അല്ലേ? നമുക്ക് അപ്പോൾ ഇവരെ പ്രകൃതിയിലേക്ക് തന്നെ തിരികെ വിടാം. സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ ഇവർ വീണ്ടും എൻ്റെ കൈകളിലേക്ക് വരുമെന്ന വിശ്വാസത്തോടെ ഞാൻ ദാ അയക്കുന്നു ദൂരേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്. വീണ്ടും വരാം കേട്ടോ, പുതിയ അതിഥിയുമായി. ടാറ്റാ.